നമ്മളുടെ വീട്ടിലുണ്ടല്ലോ നട്ട ഒരു ഡ്രാഗൺ ചെടിയാണ്. കുറേ നാളായിട്ടും ഒരു മൊട്ട് പോലും ഇടുന്നില്ലായിരുന്നു. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ഇത് കുറേ ആയല്ലോ ഇതെന്താ ഉണ്ടാവാത്തതെന്നൊക്കെ കരുതി. അപ്പോൾ നല്ല മഴയുടെ സമയത്തൊക്കെ ഇതൊരു മൊട്ടിട്ടിരിക്കുന്നതായിരുന്നു കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഞാൻ അത്യാവശ്യം കുറച്ച് ദിവസമായി മുകളിൽ പോയിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടല്ലോ അവിടെ കാരമരത്തിൻ്റെ ഇലയൊക്കെ വീണ് കിടന്നിട്ട് അതൊക്കെ അടിച്ചു കൂട്ടി വാരിക്കളയാൻ ചെന്നപ്പോഴാണ് ഇങ്ങനെ കണ്ടത് ട്ടോ. അപ്പോൾ അതൊരു മൊബൈലിൽ പകർത്തി കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാനും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അത് അത്യാവശ്യം ഒടിച്ച് കളയുക എന്നിട്ട് കവർക്ക് ഇട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും ഞാൻ പിന്നെ അത് ഭയങ്കര ബലമൊക്കെ ആയത് കാരണം ഒടിച്ച് കളഞ്ഞില്ല, തിരിച്ചു പോകുന്നായിരുന്നു. അപ്പോൾ നല്ല കർക്കിടക മഴയത്ത് ആ മഴ കൊണ്ട് അത് നശിഞ്ഞു പോയിട്ടോ. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ആദ്യമായിട്ട് വിരിഞ്ഞതല്ലേ, അത് കളർ എന്താണെന്നൊക്കെ ഓർത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്തായാലും അത് പോയില്ലേ, ഇനിയും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ 2 മൊട്ടിട്ടിരിക്കുന്നത് കണ്ട്. അപ്പോൾ അതിന് സപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പോന്ന്. എന്ത് കളറാണെന്നറിയാൻ വേണ്ടി കൂടുതൽ ആകാംക്ഷയോടുകൂടിയാണ് ഇപ്പോഴും ഇരിക്കുന്നത് ട്ടാ. ഇപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ഏതായാലും അത് പൂ വിരിഞ്ഞല്ലോ, അപ്പോൾ ഇനിയും വിരിയുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞാൻ പോന്നു ട്ടോ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് അവരുടെ വീട്ടിൽ അവരെ ഇത് വെട്ടിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാനൊരു കഷ്ണം എടുത്തിട്ട് വന്നു. അത് 3ആക്കി മുറിച്ചെടുത്തിട്ടോ. എന്നിട്ട് അത് ഒന്ന് കിളിർത്തിട്ട് നമുക്ക് നടാമെന്ന് വിചാരിച്ച് ഒരു ബക്കറ്റിലേക്ക് ഞാൻ കുത്തിവെച്ചായിരുന്നു. വേറെ ഒന്നുമല്ല, പെട്ടെന്നൊക്കെ ഇപ്പോൾ മഴയുമാണ്, അപ്പോൾ എവിടെ നടുമെന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ മുളച്ച് കഴിഞ്ഞിട്ട് വേര് പിടിച്ചിട്ട് എവിടെയെങ്കിലും എടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്തത്. എന്ത് കളറാണെന്നോ, അത് ഒരു പർപ്പിൾ കളറാണെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ വീട്ടിൽ വഴുതനങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ഉണ്ടായി. അതെല്ലാം നശിഞ്ഞു പോയി, മഴയൊക്കെ ഇപ്പോൾ ഉണങ്ങിയൊക്കെ പോയി. പിന്നെ 2 വഴുതനങ്ങ ചെടി മാത്രം പോവാതെ നിന്നിട്ടോ. പുഴുക്കുത്തും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അത് ചെറുതായിപ്പോയി. ഭയങ്കര ഒരുവിധമൊക്കെ മുഴുത്തതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിലൊരു മുഴുത്തത് ഉണ്ടായത് ഞാൻ എടുത്ത് വെച്ചിട്ടോ. അത് ചീഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വിത്ത് എടുത്ത് വെള്ളത്തിൽ കഴുകി ഉണക്കി വെച്ചിട്ട് പിന്നെ നമുക്കത് പാകി നട്ട് പിടിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അതിൽ നിന്നൊരു വലിയ വഴുതനങ്ങ പറിച്ച് മാറ്റി വെച്ചത് കേട്ടോ. ഏതായാലും വളരെ നല്ലതാണ്. നമുക്ക് എന്താ പറയുക, ആ വഴുതനങ്ങ ചെടി പോയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് റെഡിയാക്കി എടുത്തു കഴിഞ്ഞെന്നാൽ നമുക്ക് മുളപ്പിച്ചൊക്കെ എടുക്കാമല്ലോ. എന്നിട്ട് നമുക്ക് പറമ്പിലൊക്കെ നടുകയാണെങ്കിൽ സാമ്പാർ വെക്കാനൊക്കെ, അവിയൽ, എല്ലാത്തിനും